നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്ത മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് നാരായണീയം സ്വല്പം വായിച്ച് നോക്കാം മക്കളെ. ഒത്തിരി ദിവസമായി നമുക്ക് നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന രുക്മിണി ഭഗവാന്റെ അതായത് ബ്രാഹ്മണനെ പറഞ്ഞ് വിട്ടു, ഭഗവാനെ ഭർത്താവായി വേണമല്ലോ. പക്ഷേ സ്വന്തം ആങ്ങളെ എന്ത് ചെയ്തു? സഹോദരൻ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ബ്രാഹ്മണനെ പറഞ്ഞ് വിട്ടു. ഭഗവാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെന്നു. അവിടെ സൽക്കരിച്ചൊക്കെ ഇരുത്തി. അപ്പോൾ ദേവിയുടെ ചെന്ന് ബ്രാഹ്മണൻ പെട്ടെന്നെന്ന് പറഞ്ഞ് ഭഗവാൻ എഴുന്നള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ തന്നെ അവിടുന്ന് ഒരുങ്ങി നന്നായി ആഭരണങ്ങളെല്ലാം എല്ലാ ആഭരണങ്ങളും ഇട്ടുകൊണ്ട് തന്നെ പാർവതീദേവിയെ വന്ദിക്കാനായി പോയി. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശക്തരായ ഭടജനങ്ങളാൽ അകമ്പടി സേവിച്ചുകൊണ്ടാണ് അമ്മ ദേവി രുക്മിണി ദേവി പോയത്. എന്നിട്ട് നമുക്ക് 4-ാമത്തെ ശ്ലോകം വായിക്കാം. വിവാഹ വേഷഭൂഷാദികളെല്ലാം അണിഞ്ഞാണ്. തെളിവുകളായി ശക്തരായ ഭടന്മാർ കൂടെ ഉണ്ട്, ഒറ്റയ്ക്കൊന്നും അല്ല പോയത്. അത് നമുക്ക് 4-ാമത്തെ ശ്ലോകത്തിൽ നമ്മളെന്താ വായിച്ചത്? രാജകുമാരി രുക്മിണി കുലവധുക്കളായ സ്ത്രീ ജനങ്ങളോടൊപ്പം ക്ഷേത്രത്തിലെത്തി ഭക്തി ആദരവോടുകൂടി ദേവിയുടെ പാതാരവിന്ദങ്ങൾ വീണ് നമസ്കരിച്ചു. ഭഗവാനെ തന്നെ ശ്രീകൃഷ്ണനെ തന്നെ ഭർത്താവായി ലഭിക്കണമേ എന്ന് മാത്രം ദേവി പ്രാർത്ഥിച്ചു. വേറൊന്നും പ്രാർത്ഥിച്ചില്ല. ഭഗവാനെ മാത്രം മതി. നമ്മളും ചിന്തിക്കണം, നമുക്കും വേറൊന്നും വേണ്ട. ഈശ്വരൻ ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവായ തമ്പുരാൻ തന്നെ മതി എന്ന് നമ്മളും ഓരോ നേരവും പ്രാർത്ഥിക്കണം മക്കളെ. നമുക്ക് 5-ാമത്തെ, കാരണം 3-4 ശ്ലോകമാണ് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു. നമുക്ക് 5-ാമത്തെ ശ്ലോകം വായിക്കാം. ദശകം 79 രുക്മിണി ഹരണമാണ് വായിച്ചുകൊണ്ടിരുന്നത്. ശ്ലോകം 5. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നൃഭൃതം സ്വയിച്ചസ്ഥിതേ നൃപസുതാ നിരകാൽ ഗിരിജാലയാൽ സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖ. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നൃഭൃതം ത്വയിച്ചസ്ഥിതേ നൃപസുതാ നിരകാൽ ഗിരിജാലയാൽ സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖ. ദേവിയെടുത്ത് എന്താ പ്രാർത്ഥിച്ചത്? ദേവി പറഞ്ഞു, കൃഷ്ണനെ മാത്രം ഭർത്താവായുള്ള ഒരേ ഒരു അപേക്ഷ, കൃഷ്ണനെ ഭർത്താവ് ലഭിക്കണമെന്നവർ മാത്രം ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്തു? രുക്മിണി ഒരു നോക്ക് കാണുവാൻ വേണ്ടി രാജാക്കന്മാർ തിരക്കി. അപ്പോൾ രുക്മിണി ഇങ്ങനെ പോകുമ്പോൾ അറിയുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി തിരക്കി നിൽക്കുക, മുന്നേറി നിൽക്കുക എല്ലാവരും. ഭഗവാനെ ഭട്ടതിരിപ്പാട് പറയുന്നു, രുക്മിണിയെ ആഭരണങ്ങളെല്ലാം ഒരുങ്ങി ദേവിയെ പോലെ തന്നെയാണ്. ദേവിയാണല്ലോ, സാക്ഷാത് ദേവിയുടെ അവതാരമാണല്ലോ. അപ്പോൾ രുക്മിണിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി രാജാക്കന്മാർ എന്ത് ചെയ്തു? തിരക്കി മുന്നേറിയപ്പോൾ ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഭഗവാനേ ഗുരുവായൂരപ്പ അങ്ങ് നിശബ്ദനായി ഒഴിഞ്ഞു മാറി നിന്നു. ഈ ലോകത്തിലുള്ള അവിടെയൊക്കെ ഉള്ള രാജാക്കന്മാരെല്ലാം തിരക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു? എവിടെയോ ഒരറ്റത്ത് ഒഴിഞ്ഞു മാറി നിശബ്ദനായി മിണ്ടാതെ അങ്ങ് നിന്നു. രാജകുമാരി രുക്മിണി സ്വന്തം ശരീരകാന്തി പ്രസരിപ്പിച്ചുകൊണ്ട് ഭംഗിയിൽ ദേവി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. രാജാക്കന്മാരെല്ലാം ദേവി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടെ തിരക്കി നിൽക്കുക, ദേവി വെള്ളിലോട്ടിറങ്ങുമ്പോൾ കാണാൻ വേണ്ടി. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് മാറി ഒഴിഞ്ഞ് ഒന്നും മിണ്ടാതെ നിശബ്ദനായി നിന്ന്. മറ്റ് രാജാക്കന്മാരെല്ലാം തിരക്കുക ദേവി പുറത്തേക്ക്, അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം കാണാനായിട്ട്. നമുക്ക് 6-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 6. ഭുവനമോഹന രൂപരുചാതയ വിവശിതാഖില രാജകദംബയ ത്വമഭിദേവ കടാക്ഷ വിമോഷണേ പ്രമദയാ മദയാഞ്ച കൃഷേമനാഗ്. ഭുവനമോഹന രൂപരുചാതയ വിവശിതാഖില രാജകദംബയ ത്വമഭിദേവ കടാക്ഷ വിമോഷണേ പ്രമദയാ മദയാഞ്ച കൃഷേമനാഗ്. ലോകത്തെ മുഴുവൻ മയക്കുന്ന കാന്തിപൂരം കൊണ്ട് അമ്മ ദേവി മഹാമായ ദേവി പരാശക്തിയല്ലേ, ഒരവതാരമല്ലേ. അപ്പോൾ എന്താ ഈ ലോകം മുഴുവനും എത്ര രാജാക്കന്മാർ വന്നാലും എല്ലാവരെയും മയക്കുന്ന കാന്തിപൂരം കൊണ്ട്, ശരീര കാന്തിയുടെ ആ ശോഭ കൊണ്ട് രാജാക്കന്മാരെ എല്ലാം കാമാർത്തരാക്കിയ ആ യുവതീമണിയായ രുക്മിണി ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനേ അങ്ങേയും കൂടി കടാക്ഷ വിക്ഷേപങ്ങളാൽ അല്പം മയക്കി കളഞ്ഞു. എല്ലാ രാജാക്കന്മാരും ദേവിയുടെ കാന്തി ആ ശോഭ കണ്ട് നോക്കുമ്പോഴേ അങ്ങ് ആകർഷിക്കും. ആ ഒരു ശോഭ കണ്ട് എല്ലാവരും
മയങ്ങി കാമാർത്തരായി എല്ലാ രാജാക്കന്മാരും ആ യുവതീമണിയായ രുക്മിണിയെ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു? ഭട്ടതിരിപ്പാട് പറയുന്ന കൃഷ്ണ അങ്ങയെയും കൂടി കടാക്ഷ വിക്ഷേപങ്ങളാൽ അല്പം മയക്കി കളഞ്ഞു. അതായത് രുക്മിണിയുടെ കടാക്ഷം ഭഗവാനെയും മയക്കിയതായി പറയുന്നു. ആ ഒരു നോട്ടം, കാരണം രാജാക്കന്മാരെ നോക്കത്തില്ലല്ലോ ദേവി, ഭഗവാനെയല്ലേ വേണ്ടത്. അതുകൊണ്ട് ഈ രാജാക്കന്മാരെല്ലാം ചെന്ന് തിരക്കി എനിക്ക് കാണണം വേണം പറഞ്ഞ് നിന്നു. പക്ഷേ ദേവി ആരെയാ നോക്കിയത്? ഭഗവാനെ. അതാ ഈ ലോകത്തുള്ള സർവ്വതിനെയും നമ്മൾ മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ ഭഗവാനെ ആരാധിക്കാനും നോക്കാനും. നമ്മൾ എന്ത് നോക്കുമ്പോൾ ആരെ കണ്ടാലും അതിൽ പരമാത്മാവായ കൃഷ്ണനാണെന്ന് നമ്മൾ കരുതണം. ഇവിടെ ദേവി എന്താ ചെയ്യുക? ഇത്രയും തിരക്കി ആൾ വന്നിട്ട് ദേവിയുടെ കടാക്ഷം എവിടേക്ക് പോയി? ഭഗവാനിലേക്ക് പോയി. അപ്പോൾ ഭഗവാനെ കൂടെ മയക്കിക്കളഞ്ഞു ആ ദേവിയുടെ കടാക്ഷം, ആ നോട്ടം. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ഭഗവാനോട് അത്രമാത്രം സ്നേഹവും ഭക്തിയും ബഹുമാനവും പ്രേമവും എല്ലാം കൊണ്ടുള്ളൊരു നോട്ടം നമുക്കും ഉണ്ടെങ്കിൽ ഭഗവാനും മയങ്ങിപ്പോകുന്ന അർത്ഥമല്ലേ? ഒരു ഭഗവാനും മയങ്ങാതിരിക്കത്തില്ല. ഒരു ഭക്തൻ്റെ ഒരു സ്നേഹമാകുന്ന പ്രേമമാകുന്ന ആ ഭക്തിയിലൊരു നോട്ടം പരമാത്മാവിലോട്ട് ലയിക്കുമ്പോൾ, ആ ഒരു ചേർച്ച വരുമ്പോൾ ഏത് മയങ്ങാത്തവരും മയങ്ങും. അവിടെ കൃഷ്ണനും രുക്മിണിയുടെ ആ നോട്ടത്തിൽ മയങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് എത്രയോ മനസ്സിലാക്കാനുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. വലിയ കേമന്മാരായ രാജാക്കന്മാരൊക്കെ മുമ്പിൽ വന്ന് നിന്നിട്ട് ദേവി അങ്ങോട്ടാണ് നോക്കിയോ? ദേവി എവിടെയോ ഒഴിഞ്ഞു മാറി നിശബ്ദനായിട്ട് നിന്ന് ആ പരമാത്മാവിൽ തന്നെ വിലയം. ആ ലക്ഷ്യം എന്താണ്? ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ ഉറച്ചു നിന്നാൽ നമ്മൾ ഒരു കാര്യവും സാധിക്കാതെയില്ല. എന്ത് അസാധ്യവും ഭഗവാൻ സാധിച്ചു തരും. അപ്പോൾ ഇവിടെ ദേവിയുടെ കടാക്ഷം ആ ഭഗവാനെ കൂടെ അങ്ങ് മയക്കിക്കളഞ്ഞു. അതാണ്. നമുക്കിനി 7ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 7. ക്വനു ഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യ കരേണ ഹരൻഷണാൽ സമധിരോപ്യരഥം ത്വം അപാകൃത ഭുവി തതോ വിതതോ നിനതോ ദിശാം. ക്വനു ഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസം ഏത്യ കരേണ ഹരൻഷണാൽ സമധിരോപ്യ രഥം ത്വം അപാകൃത ഭുവി തതോ വിതതോ നിനതോ ദിശാം. ഇവിടെ എന്താ? ഹേ സുന്ദരി, നീ എങ്ങോട്ട് പോകുന്നു? ഭഗവാൻ ചോദിക്കുക. കാരണം മിണ്ടാതെ നിശബ്ദനായിട്ട് നിന്നില്ലേ. അപ്പോൾ ദേവിയുടെ കടാക്ഷം കൊണ്ട് ആ ഭഗവാനെ കൂടെ ഒന്ന് മയക്കി. അപ്പം പിന്നെ നിശബ്ദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഭഗവാൻ ചോദിക്കുന്നു, ഹേ സുന്ദരി, നീ എങ്ങോട്ട് പോകുന്നു എന്ന് സരസമായി ചോദിച്ചു. എന്താ സരസം? അത്ര കേട്ടാൽ അവരുടെ ദേവിയുടെ കടാക്ഷം പോലെ തന്നെയാണ് ഭഗവാന്റെ ആ ചോദ്യത്തിൻ്റെ ആ സരസം. അത്ര ചേർച്ചയാണ്. അതിനകത്ത് ദേവിയും മയങ്ങിപ്പോകും എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ദേവിയുടെ കടാക്ഷം കൊണ്ട് ഭഗവാൻ മയങ്ങിയെങ്കിൽ ഈ ഒരു ചോദ്യം, ഹേ സുന്ദരി, നീ എങ്ങോട്ട് പോകുന്നു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനകത്ത് തന്നെ ദേവി അത്രമാത്രം 2 പേരുടെ നോട്ടവും ആ ശബ്ദവും ഒന്നായിട്ട് ചേരും. അപ്പോൾ എന്ന് സരസമായി ചോദിച്ചുകൊണ്ട് അടുത്ത് ചെന്ന് കൈ ഗ്രഹിച്ച് രഥത്തിൽ കയറ്റി കൊണ്ടുപോയി. അത്രയേ ഉള്ളൂ. മിണ്ടാതെ നിശബ്ദനായി നിന്ന ഭഗവാൻ ഈ ദേവിയുടെ ഒരു നോട്ടവും അപ്പോൾ എങ്ങോട്ട് പോകുന്നുള്ള ചോദ്യവും പെട്ടെന്ന് ചെന്ന് എന്ത് ചെയ്തു? അടുത്ത് ചെന്ന് ദേവിയുടെ കൈ ഗ്രഹിച്ചു, അതായത് കൈ പിടിച്ചു. ഭഗവാൻ ഉൾക്കൊണ്ടു. എന്നിട്ട് രഥത്തിൽ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ എതിരാളികളായവരുടെ ശബ്ദം പൊങ്ങിക്കേട്ടു. ആ നിൽക്കുന്ന മറ്റ് രാജാക്കന്മാരെല്ലാതെ കണ്ണും മിഴിച്ച് നിൽക്കുമല്ലയോ. ഇല്ല, എന്തോ പണ്ടൊരു പഴമൊഴി പറയും, പെണ്ണും ചാരി നിന്നവൻ എന്തോ പറയും, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന്. അതുപോലെ ഭഗവാൻ എവിടെയോ നിശബ്ദനായി ഒഴിഞ്ഞു നിന്നു. അങ്ങനെ നിന്നെങ്കിലേ ഭഗവാനെ കൊണ്ടുപോകാനും പറ്റും. ഇവരുടെ ഇടയ്ക്കായി കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് രാജാക്കന്മാരെല്ലാം കേമന്മാർ ഒരുമിച്ച് നിന്ന് അവിടെ ഓർത്ത് പിടിച്ച് നിൽക്കുക, എനിക്ക് കാണണം, എനിക്ക് വേണം എന്ന് പറഞ്ഞു. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ദേവിയുടെ കൈ പിടിച്ച് ഗ്രഹിച്ചു വെച്ചാൽ കൈ ഭഗവാൻ തന്നെ വാങ്ങി ആ കയ്യിൽ പിടിച്ച് രഥത്തിൽ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ എന്ത് വന്നു? എതിരാളികളായവരുടെ ശബ്ദം പൊങ്ങിക്കേട്ടു. ഇത്രയും മതി. നമുക്കിന്ന് അടുത്ത പ്രാവശ്യം വായിക്കാൻ ബാക്കി. ഇനി ഇപ്പം തന്നെ ഒത്തിരി ദിവസം ആയപ്പോൾ മറന്നുപോയി ഞാനിതങ്ങ്. പലതും എടുക്കാൻ മറന്നു പോകുന്നു മക്കളെ. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.